നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE ഈ വർഷം തുടക്കം മുതൽ തന്നെ സുപ്രധാന തീരുമാനങ്ങളിലേക്ക് കടന്നിരുന്നു. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നായിരുന്നു സ്വദേശിവത്കരണം. ഇത് രാജ്യത്ത് നടപ്പാക്കി തുടങ്ങിയെങ്കിലും കൂടുതൽ മേഖലകളിൽ വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ അധികൃതരുടെ ശ്രമം. ഇത് പ്രവാസികൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇപ്പോൾ സ്വദേശിവത്കരണം രാജ്യത്ത് ഊർജിതമായി നടപ്പാക്കി മുന്നോട്ടു പോവുകയാണ്. രാജ്യത്തെ സ്വകാര്യ കമ്പനികളിൽ സ്വദേശികളുടെ പ്രാതിനിധ്യം ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ UAE സാമൂഹിക വികസന സ്വദേശിവത്കരണ മന്ത്രാലയം നടപ്പിലാക്കിയ എമിറേറ്റൈസേഷൻ പദ്ധതി വൻ വിജയമെന്നാണ് റിപ്പോർട്ട്. പദ്ധതി ആരംഭിച്ച ആദ്യ വർഷം തന്നെ 28,700 സ്വദേശി യുവതീ യുവാക്കൾ വിവിധ സ്വകാര്യ കമ്പനികളിൽ ജോലിയിൽ പ്രവേശിച്ചതായി അധികൃതർ വ്യക്തമാക്കി. പദ്ധതിയുടെ നടത്തിപ്പിന് നേതൃത്വം നൽകിയ അധികൃതരെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും പ്രത്യേകം അഭിനന്ദിച്ചു. സ്വദേശിവത്കരണ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ഇമിറാത്തി ടാലന്റ് കോഓപ്പറേറ്റീവ് കൗൺസിൽ അഥവാ നഫീസ് പ്രോഗ്രാം വൻ വിജയമായെന്ന് ഇരു നേതാക്കളും അറിയിച്ചു. പദ്ധതി വൻ വിജയമാക്കുന്നതിനായി പ്രവർത്തിച്ചവരെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ നഫീസ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന UAE ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി മന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദിനെ ഇരു ഭരണാധികാരികളും പ്രശംസിച്ചു. ഒരു വർഷം മുൻപ് നഫീസ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചതിനു ശേഷം 28,700 സ്വദേശികൾ സ്വകാര്യ കമ്പനികളിൽ ജോലിയിൽ പ്രവേശിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അഭിപ്രായപ്പെട്ടു. അതിനിടെ 2023 ജനുവരി 1 മുൻപായി എമിറേറ്റൈസേഷൻ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഇതിനകം വിവിധ കമ്പനികളിൽ നിന്നായി ഏകദേശം 400 ദശലക്ഷം ദിർഹം പിഴയാണ് ചുമത്തിയതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം സൗദിയിലും ഈ വർഷം മുതൽ സ്വദേശിവത്കരണ നടപടികൾ കൂടുതൽ ഊർജിതമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം മദീന മേഖലയിൽ സ്വദേശിവത്കരണ നടപടികൾ ഊർജിതമാക്കിയിരുന്നു. ഇതോടെ ഈ മേഖലയിലെ പ്രവാസികൾക്ക് ജോലി നഷ്ടമാകും. നടപടികൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയിരുന്നു. നിരവധി ചെറുകിട സ്ഥാപനങ്ങളും ചെറുകിട ജോലികളും സ്വദേശികൾക്കായി നീക്കിവെക്കും വിധമാണ് മാർഗരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ഹിജ്റ വർഷം അടുത്ത ദുൽഹിജ മുതൽ അഥവാ 2023 ജൂൺ മുതൽ സ്വദേശിവത്കരണം ആരംഭിക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വെളിപ്പെടുത്തി. മേഖലയിലെ തൊഴിൽ വിപണിയിൽ സൗദി പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് മദീന മേഖലയിലെ വിവിധ തൊഴിലുകളും സാമ്പത്തിക പ്രവർത്തനങ്ങളും സ്വദേശിവത്കരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.